ഹലോ ഫ്രണ്ട്സ്, പോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ക്ലോസറ്റിൻ്റെ വാൾ ഡിസ്റ്റൻസ് എന്ന് പറയും. വാൾ ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഇതെന്താണെന്ന് കൃത്യമായിട്ട് അറിയാത്ത പലരും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒരു പ്ലംബറുമായിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി പറയും നമ്മുടെ ക്ലോസറ്റ് ഒന്ന് എടുത്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളുമുള്ള പ്ലംബിംഗ് പൈപ്പുകളൊക്കെ ഇടാമെന്ന് പറയും. അപ്പോൾ അതിട്ടോ എന്ന് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അളവിനുള്ള ക്ലോസറ്റ് തന്നെയാണ് എടുക്കുന്നതെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ലോസറ്റ് ആദ്യം നമ്മൾ പ്ലംബിങ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് കൃത്യമായ പ്ലംബിങ്, ഒട്ടും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് മാറ്റം വരുത്തേണ്ടാത്ത രീതിയിൽ നമുക്കൊരു പ്ലംബിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വാൾ ഡിസ്റ്റൻസ് അഥവാ ഭിത്തിയിൽ നിന്ന് ക്ലോസറ്റിൻ്റെ പൈപ്പിൻ്റെ സെൻറ്ററിലേക്കുള്ള നീളം എന്ന് പറയുന്ന കാര്യം കൃത്യമായി നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ അത് കാരണം ക്ലോസറ്റ് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ CWC എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ വാങ്ങി കൊടുക്കുകയാണെങ്കിൽ കൃത്യമായ പ്ലംബിംഗ് ലെങ്തുകൾ കൃത്യമായിരിക്കും, പിന്നീട് മാറ്റം വരുത്തേണ്ട കാര്യം വരുന്നില്ല. ഇതൊരു പ്രധാന കാര്യമാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ചില ഡിസൈനിലുള്ള ക്ലോസറ്റുകൾക്ക് P ട്രാപ്പ് മാത്രമേ ചിലപ്പോൾ കാണുകയുള്ളൂ, ചിലതിന് S ട്രാപ്പ് മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ എന്താണ് P ട്രാപ്പ്, എന്താണ് S ട്രാപ്പ് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ അതും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചില കാര്യങ്ങളിൽ നമ്മൾ നിർബന്ധം പിടിക്കുന്ന കണ്ടീഷനിൽ P ട്രാപ്പുകൾ മാത്രമേ നമുക്കവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ആ P ട്രാപ്പ് ഡിസൈനിലുള്ള ഒരു ക്ലോസറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഭിത്തിയിൽ കൂടെ ആയിരിക്കും അതിൻ്റെ പൈപ്പ് പുറത്തേക്ക് പോകുന്നത്, അല്ലാതെ ഫ്ലോറിൽ കൂടെ ആയിരിക്കത്തില്ല. അപ്പം ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഈ പടത്തിൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ പൈപ്പ് നേരെ താഴേക്കാണ് S ട്രാപ്പ് എന്ന് പറയുമ്പം, P ട്രാപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭിത്തി തുളച്ച് പുറത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ചിലതിന് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അവൈലബിൾ അല്ല. P ട്രാപ്പ് ചില ഡിസൈനിൽ അവൈലബിൾ അല്ല, ചിലരത്ത് S ട്രാപ്പിന് അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ വാങ്ങിക്കൊടുക്കണം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയുള്ളൊരു പ്രശ്നമാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയങ്ങളിൽ ബാത്റൂമിൻ്റെ വലിപ്പം വളരെ കുറച്ചോളൂ എന്ന് നമ്മളോട് പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷേ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ലോസറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ക്ലിയർ സോൺ എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഡോറ് തുറന്നാൽ നമ്മുടെ ക്ലോസറ്റ് മുട്ടാതിരിക്കണം, നമുക്ക് നടക്കാനുള്ളൊരു വഴി ഉണ്ടാകണം, ഒരു ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ പല കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ക്ലിയർ സോൺ ഇല്ലാത്ത ഒരു ബാത്റൂമിനകത്ത് വളരെ കൺജസ്റ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബാത്റൂം ഡിസൈൻ ചെയ്യുമ്പം ഒരു എഞ്ചിനീയർ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പിലുള്ള അല്ലെങ്കിൽ എത്ര വലിപ്പമുള്ളൊരു ക്ലോസറ്റാണ് അതിനകത്ത് വെക്കാൻ പോകുന്നത് എന്ന് നോക്കിയിട്ടാണ് ഇതിൻ്റെ ക്ലിയർ സോണും കൂടി കണക്കാക്കിയിട്ടായിരിക്കും അതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറവ് വരുത്തുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇച്ചിരി കൂടെ ഒരു വലിയ ഒരു ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം ചിലപ്പോൾ ഡോറ് വന്ന് ക്ലോസറ്റെ തട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ നമുക്ക് അവിടെ കൂടെ നടക്കാനുള്ള സ്പേസ് ഇല്ലാതെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസൈനേഴ്സ് ചെയ്യുമ്പോൾ അവർ കൃത്യമായ അളവുകൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഏരിയ കുറയ്ക്കാൻ വേണ്ടി നമ്മളത് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ വളരെ പ്രശ്നങ്ങളിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ വാൾ ഫിറ്റിങ്സിലായിട്ട്, അഥവാ നമ്മളുടെ വാളിൽ ഫിറ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ക്ലോസറ്റുകളുണ്ട്. നമുക്കറിയാം, അങ്ങനെയുള്ള ക്ലോസറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും, വാളിൽ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലോസറ്റുകൾ. അപ്പോൾ ഈ ക്ലോസറ്റുകൾക്ക് ഇതുപോലെ തന്നെ ഒരു ഡിസൈനും അല്ലെങ്കിൽ ഇതിൻ്റെ അളവുകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഭാഗവും എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ നമ്മൾ വെക്കുന്നത് ബോൾ ഹാങ്ങിങ് ടൈപ്പ് ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതും നമ്മൾ പ്ലംബറോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടാകണം. ഇല്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്ലംബിങ്ങും കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയുമ്പോൾ പിന്നെയും വെട്ടിപ്പൊളിച്ച് പിന്നീട് അടുത്ത പ്ലംബിങ് ചെയ്യേണ്ട ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഒരു ക്ലോസറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്ലംബറോട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ കൃത്യമായിട്ടും, അതുപോലെ തന്നെ ഏത് ക്ലോസറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമ്മൾ പ്ലംബർക്ക് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ഇതുപോലെയുള്ളൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം.